അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024-25 വർഷത്തിൽ നടന്ന ജനറൽ മദ്രസയുടെ പൊതുപരീക്ഷയിലെ 5ാം ക്ലാസ്സിലെ അഖീദയുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ എടുത്തെഴുതുക എന്നതാണ്. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ചേർത്തെഴുതുക. അൽ ഫാത്തിഹ, ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻ, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻ, അൽ ഇഖ്ലാസ്, ഇബ്നു സെയ്ദ്. നമുക്ക് താഴെയുള്ള ചോദ്യം നോക്കാം. 1. സുലുസുൽ ഖുർആൻ അൽ ഇഖ്ലാസ്. സുലുസുൽ ഖുർആൻ അൽ ഇഖ്ലാസ്. ചോദ്യം 2. സുബൈർ ഇബ്നുൽ അവ്വാം. സുബൈർ ഇബ്നുൽ അവ്വാം. ചോദ്യം 3. സഈദ് ഇബ്നു സെയ്ദ്. സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻ. 4. ഉമ്മുൽ ഖുർആൻ അൽ ഫാത്തിഹ. ഉമ്മുൽ ഖുർആൻ അൽ ഫാത്തിഹ. 5. സഅദ് ഇബ്നു അബി വഖാസ്. സഅദ് ഇബ്നു അബി വഖാസ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ശരി എന്നതിന് ശരി എന്ന് അടയാളപ്പെടുത്തുക. ഇവിടെ ഓരോ ചോദ്യത്തിനും 3 ഉത്തരങ്ങളായി വരുന്ന ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് ശരിയായത് ഏതാണോ അതിന് ശരിയെന്ന് ടിക്ക് ചെയ്യുക. ചോദ്യം 1. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും യമനിൽ. ഭയങ്കരമായ ഒരു തീ പുറപ്പെടും യമനിൽ. ചോദ്യം 2. വിശ്വാസകാര്യങ്ങൾ വിശദീകരിച്ചത് അബുൽ ഹസനിൽ അശരി. അബുൽ ഹസനിൽ അശരി. ചോദ്യം 3. ഭ്രമണപഥത്തിൽ നീന്തുന്നു ഗോളങ്ങൾ. ഭ്രമണപഥത്തിൽ നീന്തുന്നു ഗോളങ്ങൾ. ചോദ്യം 4. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ റിദ്ദത്ത്. മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ റിദ്ദത്ത്. ചോദ്യം 5. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു ഉസ്മാൻ റളിയല്ലാഹു അൻ. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. ചോദ്യം 2. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഗൈബ്. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഗൈബ്. ചോദ്യം 3. അങ്ങേയറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അല്ലാഹു. അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ അല്ലാഹു. 4. ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ച്? ഹിറാ ഗുഹയിൽ. ചോദ്യം 5. പരലോകത്തേക്കുള്ള കൃഷി ഇടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇഹലോകം. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നോക്കാം. എണ്ണം എഴുതുക എന്നുള്ളതാണ്. ഇവിടെ നൽകിയ ചോദ്യങ്ങളിൽ ഉത്തരമായി വരുന്ന എണ്ണം എഴുതുക. ചോദ്യം 1. സൂറത്തു മക്കിയയുടെ എണ്ണം. സൂറത്ത് മക്കിയയുടെ എണ്ണം. ഉത്തരം 86. ചോദ്യം 2. ഖുർആനിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട കിതാബുകൾ. 3. ചോദ്യം 3. സൂറത്ത് മദനിയയുടെ എണ്ണം. 28. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ്. ചോദ്യം 1. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ചോദ്യം 2. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
ചോദ്യം 3, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇന്നി ബരീഉൻ മിൻ കുല്ലി ദീൻ യുഖാലിഫു ദീനൽ ഇസ്ലാം. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ഉത്തരം എഴുതുക എന്നതാണ്. ചോദ്യം 1, അദ്ദുആ എന്നാൽ എന്ത്? അദ്ദുആ എന്നാൽ എന്ത്? ഉത്തരം, ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ്. ആരാധനയാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ചോദ്യം 2, ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏത്? ഉത്തരം, അസ്സുന്നത്തു വൽ ജമാഅ. ചോദ്യം 3, ഇജ്മാ എന്നാൽ എന്ത്? ഉത്തരം, ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ്. ചോദ്യം 4, നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? ഉത്തരം, ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈലിൽ ഇടണം. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം സാരം എഴുതുക എന്നതാണ്, അഥവാ അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1, സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി. അതിൻ്റെ അർത്ഥം, അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അല്ലെങ്കിൽ അത്യുന്നതനായ എൻ്റെ നാഥൻ എത്ര പരിശുദ്ധൻ. ചോദ്യം 2, ഇന്ന ശിർക ലദുൽമുൻ അലീം. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ചോദ്യം 8, 8ാമത്തെ ഭാഗം ചോദ്യത്തിൻ്റെ വ്യക്തമാക്കുക എന്നതാണ്. ചോദ്യം 1, ഇബാദത്ത് എന്നാൽ എന്ത്? ഉത്തരം, അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. ചോദ്യം 2, മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം, അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ്. മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ്. ചോദ്യത്തിൻ്റെ 9ാമത്തെ ഭാഗം അർത്ഥം എഴുതുക എന്നതാണ്. ചോദ്യം 1, ബിദ്അത്ത് അനാചാരം. ബിദ്അത്ത് അനാചാരം. 2, ഇബാദത്ത് ആരാധന. ഇബാദത്ത് ആരാധന. 3, ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം. ഇൽമുൽ ഗൈബ് അദൃശ്യജ്ഞാനം. 4, റാത്ത് സത്ത. റാത്ത് സത്ത അല്ലെങ്കിൽ തടി എന്നൊക്കെ പറയും. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.